കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമോ നമഃ സദ്ഗുരുഭ്യോ നമോ നമഃ. നമോ നമഃ സദ്ഗുരുഭ്യോ നമോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഈയൊരു മഹാസത്രവേദിയിൽ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി സാധിച്ചത് യാതൊരു സംശയവുമില്ല. ഈയൊരു മള്ളിയൂർ തിരുമേനി എന്ന മഹാത്മാവിൻ്റെ മുന്നിൽ വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 2000-ലാണെന്ന് തോന്നുന്നു, ഒരു സപ്താഹ യജ്ഞവേദിയിൽ പാരായണക്കാരനായിട്ട് പോയ എനിക്ക് ആ മഹാത്മാവിൻ്റെ മുന്നിൽ വെച്ച് മഹാത്മ്യം ഒരു 2 അധ്യായം പാരായണം ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. ആ മഹാത്മാവിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട്, അനേകം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട്, നമ്മുടെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട്, അനേകം ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഗണപതി ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു സത്രവേദിയിൽ ഈ ഒരു ഭാവത്തിൽ ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് ഭഗവാന്റെ ഒരു നാമസങ്കീർത്തനം ചെയ്യാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. ആ നാമസങ്കീർത്തനത്തിൽ എല്ലാവരും കൈയടിച്ച് ഒന്ന് പങ്കെടുക്കുക. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. രാമ ഹരേ ജയ ഗോവിന്ദ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. മധുരം മധുരം ഹരിനാമം മാമകരസനയിലനുനിമിഷം അലയായി അലയായി ഉയരുമ്പോൾ ആനന്ദത്തിൻ കുളിർ ബാഷ്പം. രാമ ഹരേ ജയ ഗോവിന്ദ. രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. കണ്ണുകളിട മുറിവെന്നേ തൂകും പൂർണ്ണാനുഗ്രഹ ദിനമെങ്ങോ അന്നാളെന്നു വരും. അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ. രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. ലൗകിക സുഖശതലോഭങ്ങൾ ആകെയകന്നൻ ഹൃദയാന്തം പാവനമാകെ ഹരിനാമത്താൽ
ഭാവസ്പന്ദനമേൽക്കുമ്പോൾ രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ. ഉളകച്ചാർത്തടി മുടിയന്മയിൽ മുള പൊട്ടിയിടും ദിനമെങ്ങോ, അന്നാളെന്നു വരും അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വളരെയധികം സന്തോഷം എല്ലാവരും ആ ഒരു നാമ സങ്കീർത്തനത്തിൽ പങ്കെടുത്തതിൽ. പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഞാനടക്കം വളരെ സുഹൃതികളാണ്, യാതൊരു സംശയവുമില്ല. കാരണം ജന്മാന്തരേ ഭവയത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ. നമ്മുടെ ഈ ഒരു ജന്മത്തിൽ കിട്ടിയതായ പുണ്യം കൊണ്ട് മാത്രമല്ല, അനേകം ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തതായ പുണ്യം കൊണ്ട് മാത്രമേ ഏതൊരുവനും ശ്രീമദ് ഭാഗവതം കേൾക്കാനോ അങ്ങനെയുള്ള ഒരു ഭാഗവതം നടത്തുന്നിടത്തേക്ക് എത്തിച്ചേരാനോ സാധിക്കുള്ളൂ. യാതൊരു സംശയവുമില്ല. കോടി ജന്മത്തിലെ പുണ്യം കൂടെയുള്ളവർക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ ഇടയാവൂ. സുദുർലഭം. മലയാളത്തിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല അല്ലേ? എത്രയോ കോടി ജന്മങ്ങളിൽ ചെയ്തതായ പുണ്യം കൊണ്ട് മാത്രമേ ഏതൊരുവനും ഈ ഒരു ഇങ്ങനെയുള്ള സത്സംഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും സുഹൃതികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. ഇങ്ങനെ ഒരു വലിയ മഹാസത്രം നടക്കുമ്പോൾ ശ്രോതാക്കളായിട്ട് ഇത്ര ആൾക്കാർ മതിയോ ചോദിച്ചാൽ, ഇത്ര ആൾക്കാർ ഉണ്ടായിക്കഴിഞ്ഞാലേ സത്രമാവുള്ളൂ അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യുള്ളൂ എന്നൊക്കെ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഉള്ള ആൾക്കാർ എന്ത് വേണം? ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കണം. എങ്ങനെയാണ് ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അല്ലേ? മുമ്പ് ഒരു ബ്രാഹ്മണൻ അല്ലേ, മറ്റുള്ളവരെ പറയുമ്പോൾ അത് വിമർശനമായിട്ട് തീരും. അതുകൊണ്ട് നമ്മളെ തന്നെ പറഞ്ഞാൽ പിന്നെ ആർക്കും വിമർശിക്കേണ്ട ആവശ്യമില്ല. മുമ്പൊരു ബ്രാഹ്മണൻ ഒരു മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്ത് വേണം? എന്തെങ്കിലും കാഴ്ചദ്രവ്യം കൊണ്ടുപോകണം. പക്ഷേ കാഴ്ചദ്രവ്യമായിട്ട് അവരവർക്ക് എന്താണ് ഉള്ളത് അതാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഈ ബ്രാഹ്മണൻ അയാൾക്കുള്ള സാധനം, കൂടുതലുള്ള സാധനം എടുത്ത് ഒരു വലിയ ചാക്കിൽ കെട്ടി അദ്ദേഹം തലയിൽ വെച്ച് മഹാരാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവിടെ സമർപ്പിച്ചു. എന്നിട്ട് നീണ്ടെന്ന് പറഞ്ഞ് ഒരു നമസ്കാരം. മഹാരാജാവിന് സന്തോഷമായി. മഹാരാജാവ് ഭടന്മാരോട് പറഞ്ഞു, ഈ കെട്ടഴിച്ച് നോക്കുക. ആ കെട്ടഴിച്ച് ഭടന്മാർ നോക്കിയപ്പോഴാണ് മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഇതിൽ നിറയെ ചക്കയുടെ കുരുവാണ്. ചക്കയുടെ അകത്തുള്ള കുരു ഉണ്ടല്ലോ, ഇതാണ് ഈ ചാക്കിൽ നിറയെ. മഹാരാജാവിന് തോന്നി, ഇയാൾ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആണിത് കൊണ്ടുവന്നത്. സാധാരണ ചക്ക കൊണ്ടുവന്നാൽ അത്ര കുഴപ്പമില്ല, ഈ ചക്കക്കുരു കൊണ്ടുവന്ന് തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മഹാരാജാവിന് തോന്നി. വേഗം ഭടന്മാരോട് പറഞ്ഞു, ഇയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ. എന്താ ശിക്ഷ? ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ചക്കക്കുരു മുഴുവൻ അങ്ങനെ തന്നെ അയാളെ കൊണ്ട് വിഴുങ്ങിക്കുക.
അതാണ് ശിക്ഷ നടപ്പിലാക്കി. ഈ ശിക്ഷ കേട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ കൊണ്ടുവന്ന ചക്കക്കുരു ചാക്കിൽ കെട്ടി കൊണ്ടുവന്നതായ ബ്രാഹ്മണൻ അവിടുന്ന് അങ്ങനെ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ സാധാരണ രാജാവ് ശിക്ഷ നടപ്പിലാക്കി മഹാരാജാവെ അറിയാതെ കണ്ട് ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് കാൽക്കൽ വീണ് അങ്ങനെയൊക്കെയാണ് പതിവ്. ഇയാൾക്ക് ഒരു കൂസലും ഇല്ലാതെ കണ്ട് ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. വേഗം വിളിച്ചു, അങ്ങേക്ക് എങ്ങനെ ഇത് സാധിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ആ ബ്രാഹ്മണൻ പറഞ്ഞു, അത് മഹാരാജാവേ, ഞാൻ ദൈവാധീനം കൊണ്ട് ചക്ക കൊണ്ടുവരാത്തത് ഭാഗ്യമായി പോയി. ചക്ക കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ എന്നെ കൊണ്ട് വിഴുങ്ങിക്കില്ലേ അങ്ങ്, അത് ഓർത്തിട്ട് ഞാൻ ആനന്ദ നൃത്തം ചെയ്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. മഹാത്മാക്കൾ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നത്, അനേകം മഹാത്മാക്കൾ ഇവിടെ വന്ന് സത്രവേദിയിൽ പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ 60-80 കുട്ടികളുണ്ടെങ്കിൽ അധ്യാപകൻ എല്ലാവർക്കും കൂടിയിട്ടാണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തർക്കും പ്രത്യേകം പറയൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ അത് മനസ്സിലാവും, ചില ആൾക്കാർക്കോ 2 പ്രാവശ്യം പറയേണ്ടി വരും, ചില ആൾക്കാർക്ക് 5 പ്രാവശ്യം പറഞ്ഞാൽ തലയിൽ, ചില ആൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഇത് തലയിൽ കയറുമില്ല. അപ്പോൾ ഓരോ തരത്തിലുള്ള മാനസികമായ അവസ്ഥയുള്ള ആൾക്കാരാണ് കുട്ടികളെ പോലെ. നമ്മളും ഇവിടെ വന്നിരിക്കുന്നു, പ്രഭാഷണം കേൾക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മാനസികമായ അവസ്ഥ ഓരോ തലത്തിലാണ്. നമ്മുടെ മാനസികമായ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ, ഗഹനമായ കാര്യങ്ങൾ, കഥകൾ, തത്വങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുക. പറയുന്ന അതേ ഭാവത്തിൽ അതേ രൂപത്തിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ പറയും അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിമർശന ബുദ്ധിയാണ് നമുക്കുണ്ടാവുക. അപ്പോൾ കേട്ടത് അതേ ഭാവത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും നമുക്ക് സാധിക്കണം. അതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. അതിനിപ്പോൾ മനസ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ? അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ മനസ്സ് ഇവിടെ ഉണ്ടോ? അതിപ്പോൾ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ടോയെന്ന്. എനിക്കറിയില്ല. ഇത് പറയുമ്പോഴാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സ് ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഈ ഏറ്റുമാനൂർ അല്ലെങ്കിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണല്ലോ എൻ്റെ മനസ്സ്. ചില ആൾക്കാരുടെ മനസ്സ് പുറത്ത് നല്ല പുതിയ ചെരുപ്പാണ് വാങ്ങിച്ചത്, ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതവിടെ ഉണ്ടാവുമോ എന്നുള്ള ചിന്ത. ഇങ്ങനെ മനസ്സിൽ ലൗകികമായ പല ചിന്തകൾ കൊണ്ട് നമുക്ക് ഭഗവത് കഥകൾ വേണ്ട രീതിയിൽ കേൾക്കാനോ അത് ആസ്വദിക്കാനോ അത് ജീവിതത്തിൽ പകർത്താനോ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം എന്നാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. ഈ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പം സാധ്യമല്ല. അതിനേക്കാൾ കുഴപ്പം പിടിച്ച ആളാണ് ആര്? ഈ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ കേൾക്കുന്നുണ്ട് ഒക്കെ ശരിയാണ്, പക്ഷെ മനസ്സിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നുമ്പോഴാണ് ഒരാൾ മുന്നോട്ട് കയറി വരുമ്പോൾ നമ്മുടെ കണ്ണ് ഇന്ദ്രിയം വിടുവോ? ഇല്ല, അയാളുടെ പുറകെ പോവും കേട്ടോ. അയാളുടെ പുറകെ പോയിട്ട് അയാൾ എവിടെയെങ്കിലും പിടിച്ചു കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തിയാലേ നമുക്ക് മനസ്സമാധാനം വരുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ, നമുക്ക് അടക്കി നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മനസ്സ് ഇവിടെ വേണം. ശരീരം എല്ലാവരുടെയും ഇവിടെയുണ്ട്. ശരീരം മാത്രം പോരാ, പിന്നെയോ മനസ്സും കൂടി ഇവിടത്തേക്ക് കൊണ്ടുവരിക. ആ മനസ്സും ശരീരവും ഒക്കെ ഇവിടത്തേക്ക് കൊണ്ടുവന്ന് ഭഗവത് കഥകൾ കേട്ടാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് കേട്ടത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഭാഗവതം എത്ര പ്രാവശ്യം കേട്ടു? ചില ആൾക്കാർ പറയും 101ാമത്തെ തവണയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. 101 525 തവണ കേട്ടിട്ടും കാര്യമില്ല. കേട്ടത് എത്ര പ്രാവശ്യം ഭാഗവതം കേട്ടു എന്നതിലല്ല, പിന്നെയോ കേട്ടത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗവതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, സത്സംഗമാണ് നേടിയെടുക്കേണ്ടത്. സജ്ജനങ്ങളുമായിട്ടുള്ളതായ കൂട്ടുകെട്ടാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ആരാ ഈ സജ്ജനങ്ങൾ? അതൊക്കെ ഇനി കപിലോപദേശത്തിലൊക്കെ കേൾക്കാം നമുക്ക്, സജ്ജനങ്ങളുടെ ലക്ഷണമൊക്കെ.
സത്സംഗസ്തു ദുർലഭോഗം യോമോഘശ്ച ദുസ്സംഗ ത്യാജ്യ എന്നാണ് നാരദ ഭക്തി സൂത്രം. സത്സംഗം എന്ന് പറയുന്നത് ദുർലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അല്ലേ, എല്ലാവർക്കും കിട്ടില്ല അത്. അല്ലെ, ഇങ്ങനെ വലിയൊരു മഹാസത്രം വെച്ചിട്ടും കുറച്ച് ഭാഗ്യവാൻ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ വന്ന് ഈ സത്സംഗത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ ദുർലഭമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ എത്ര കണ്ട് കിട്ടുമോ ജീവിതത്തിൽ അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ഈ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത? അനേകം ജന്മങ്ങൾ ജനിച്ച് അതിൽ ഈച്ചയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിച്ച് അതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ട് ഉയർന്ന് കർമ്മപ്രാരബ്ധങ്ങളെ അവസാനിപ്പിച്ചിട്ടാണ് ഈ ഉയർന്ന മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. എന്താ ഈ ഉയർന്ന മനുഷ്യജന്മം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം, ഈ ഉയർന്ന ഈ ഒരു മനുഷ്യജന്മത്തിൽ മാത്രമേ ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. മറ്റുള്ള ജന്മങ്ങളിൽ അത് സാധിക്കില്ല. ഒരു പട്ടിക്കിപ്പോൾ ഇവിടെ നിന്ന് ഭാഗവതം കേൾക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. നമ്മൾ കല്ലുപറക്കി അതിനെ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് വേണ്ടത്. അതാണ് ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം. വിശേഷ ബുദ്ധിയുള്ളതായ ഈ മനുഷ്യജന്മം ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അതിനെന്ത് വേണം? സത്സംഗമാണ് നേടിയെടുക്കേണ്ടത്, സജ്ജനങ്ങളുമായിട്ടുള്ളതായ സംസർഗം. അതുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഏതൊരുവനും ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദുസ്സംഗ ത്യാജ്യ, ദുസ്സംഗം ദുർജനങ്ങളുമായിട്ടുള്ളതായ കൂട്ടുകെട്ട് ജീവിതത്തിൽ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിലോ അധപ്പതനമാണ് ഫലം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ സത്സംഗം, ഭാഗവതത്തിൽ അനേകം കഥകൾ നമുക്ക് കാണാം. സത്സംഗത്തിൻ്റെ മഹാത്മ്യം, സജ്ജനങ്ങളുമായിട്ടുള്ളതായ കൂട്ടുകെട്ടുകൊണ്ട് ജീവിതത്തിൽ ഉയർന്നതായ അനേകം മഹാത്മാക്കളുടെ കഥകൾ കാണാം. ഭാഗവതം എന്ന് പറഞ്ഞാൽ അനേകം ഭക്തന്മാരുടെ കഥകളാണെന്ന് വിചാരിച്ചത് തള്ളിക്കളയാനുള്ളതല്ല. കഥകളിൽ കൂടിയിട്ട് അനേകം തത്വങ്ങൾ ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതായ അനേകം മാർഗങ്ങൾ, ഉപായങ്ങൾ കഥകൾ ആകുമ്പോഴേ നമുക്കത് കഥകൾ പറഞ്ഞാൽ തന്നെ വേണ്ട രീതിയിൽ കേൾക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തത്വങ്ങളായി കഴിഞ്ഞാലോ സാധിക്കില്ല. അതുകൊണ്ട് കഥകളുടെ രൂപത്തിൽ അനേകം തത്വങ്ങൾ നിറച്ചിട്ടുള്ളതായ ഭാഗവതം. ഏതായാലും അതുകൊണ്ട് അല്ലേ, നാരദ മഹർഷിയുടെ പൂർവജന്മ ചരിത്രത്തിൽ തന്നെ സത്സംഗത്തിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരുന്നു. 4 മാസത്തെ ചാതുർമാസ്യ വ്രതത്തിന് എത്തിച്ചേർന്നതായ ആ ഋഷീശ്വരന്മാരുമായിട്ടുള്ളതായ സംഘം കൊണ്ട് അവിടുന്ന് ഭഗവാനെ ഹൃദയത്തിൽ കാണാനും ഭഗവാനെ ആശ്രയിക്കാനും വേണ്ടിയിട്ട് ആ ഒരു ഭാഗ്യം നേടിയെടുത്തതായ ആ ബാലകൻ അവിടുന്ന് ഉയർന്ന് ഹൃദയത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ആ ജന്മം ഉപേക്ഷിച്ച് അടുത്ത ജന്മത്തിൽ ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായിട്ടുള്ളതായ നാരദ മഹർഷി എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ കണ്ടു. അതെന്തുകൊണ്ടാണ്? സത്സംഗം കൊണ്ടാണ്. അപ്പോൾ ഈ സത്സംഗം ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സത്സംഗത്തിനാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെയുള്ള സത്സംഗത്തിന് വരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് അല്ലേ ഇതിലേക്ക് വരുമ്പോൾ നമ്മളെ അതിൽ നിന്ന് അല്ലേ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പരിശ്രമിക്കും. രാവിലെ മുതൽക്ക് ഇവിടെ വന്നിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, മുമ്പ് ഒരു സത്സംഗത്തിന് വന്നപ്പോൾ ചോദിച്ചു, അല്ലേ നിങ്ങൾ എവിടെയാണ് പോയത്? അവർ ഞാനിങ്ങനെ സത്സംഗത്തിന് പോയതാണ്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയെന്ന് പറഞ്ഞത് എനിക്ക് ഇന്ന് വരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്തൊക്കെയാണ് ഇന്ന് അവിടുന്ന് പറഞ്ഞത് ഒന്നെനിക്ക് ചുരുക്കി പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനൊന്നും എനിക്ക് സാധിക്കില്ല. പിന്നെ എന്തിനാണ് വെറുതെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അവിടെ പോയിട്ടിരുന്നത്? നമ്മളോട് ചോദിക്കും ഇങ്ങനെ ചില ആൾക്കാർ അല്ലേ, എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? അപ്പോൾ മുമ്പ് ഈ കിണർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
എന്താ ഈ കിണറെന്ന് പറഞ്ഞൊരു അത് ഞങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കും. കാരണം ഇന്നിപ്പോൾ ഈ കിണർ പോലും കാണാൻ പറ്റുന്നില്ല, എല്ലാം സ്ലാബിട്ട് മൂടി കുഴൽ കിണർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും അല്ലേ? അതിന് ഒരു കയറ്, പിന്നെ കപ്പീന്നോ എന്തോ ഒരു സാധനം ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് വെള്ളം കിണറിൽ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് അല്ലെങ്കിൽ കുടം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഈ കിണറിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ടൊരു ബക്കറ്റ്, അതെങ്ങനെയുള്ള ബക്കറ്റാണ് ഉപയോഗിക്കുക നമ്മൾ? അടിയുള്ള ബക്കറ്റായിരിക്കണം. അടിയില്ലാത്ത ബക്കറ്റാണെങ്കിലോ വെള്ളം കോരിയെ കിട്ടുമോ? ഇല്ല. അടിയില്ലാത്ത ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാത് അറിയില്ലേ? ഭ്രാന്താശുപത്രി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ചില ആൾക്കാർ വിചാരിക്കുക ഇതെന്താ ഇയാൾ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്, ഇയാൾക്ക് പോയിട്ട് പരിചയമുണ്ടോ എന്ന് സംശയമുണ്ടോ? പോയിട്ട് പരിചയമൊന്നുമില്ല അല്ലേ, പറയുന്ന കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഈ അടിയില്ലാത്ത ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിക്കഴിഞ്ഞാൽ വെള്ളം മുകളിലെത്തുമ്പോൾ കിട്ടുമോ? ഇല്ല. പക്ഷേ നിരന്തരമായിട്ട് ഈ ബക്കറ്റ് വെള്ളത്തിൽ താഴ്ത്തി ഉയർത്തി താഴ്ത്തി ഉയർത്തി താഴ്ത്തി ഉയർത്തി അങ്ങനെ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും ആ ബക്കറ്റിലുള്ള പൊടിപടലങ്ങൾ, അഴുക്കുകളൊക്കെ പോയിട്ട് അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നതുപോലെ ഇവിടുന്ന് സത്സംഗത്തിന് വന്നിട്ട് അനേകം കാര്യങ്ങൾ നമ്മൾ കേട്ടു, പക്ഷേ അതൊന്നും മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അറിയാതെ കണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായ അഴുക്കുകൾ, മാലിന്യങ്ങളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പിബന്തിയെ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്ദിതേ വിഷയവിദൂഷിതാ ആശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. ഭഗവത് കഥകൾ രണ്ട് കാതുകളിൽ കൂടി അങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായ മാലിന്യങ്ങൾ ഉണ്ടോ? മാലിന്യങ്ങൾ എൻ്റെ ഉള്ളിൽ മാലിന്യങ്ങളൊന്നുമില്ല എന്ന് തോന്നും ചിലപ്പോൾ. നമ്മുടെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ, കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളാകുന്ന ഷഡ്വൈരികൾ ഇങ്ങനെ അഴുക്ക് പിടിച്ചതുപോലെ പിടിച്ചിട്ടുണ്ട്. ആ മാലിന്യങ്ങളെ പുറത്തേക്ക് കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതിന്? ഭഗവത് കഥകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഏതായാലും നൈമിശാരണ്യം എന്ന പുണ്യക്ഷേത്രത്തിൽ ശൗനകാദി യോഗീശ്വരന്മാർ സൂതൻ എന്നുള്ളതായ മഹാത്മാവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് പുംസാം ഏകാന്തത ശ്രേയ തന്ന ശംസിതുമർഹസി. മനുഷ്യരുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലേ? എത്രയോ 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ശൗനകാദി യോഗീശ്വരന്മാർ സൂതൻ എന്നുള്ളതായ മഹാത്മാവിനോട് ചോദിച്ചതായ ഒരു ചോദ്യമാണ് എന്ത്? മനുഷ്യരുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരുടെ ജീവിതം ശ്രേയസ്കരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. നമുക്കും അത് തന്നെയാണ് അറിയേണ്ടത് അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് നമ്മൾ ജീവിതം നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു. ഇപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ട്? ജീവിതം നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി അല്ലേ? മുമ്പൊക്കെ ഉപകരണങ്ങളുടെ, ഇന്നിപ്പോൾ ഉപകരണങ്ങളൊന്നുമില്ല, എല്ലാം മോട്ടോർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ എല്ലാത്തിനും യന്ത്രങ്ങൾ കീഴടക്കി. അരക്കാൻ ഒരു യന്ത്രം, പൊടിക്കാനൊരു യന്ത്രം, പിന്നെ തുണി അലക്കാനൊന്ന്, പിന്നെ തുണി ഉണക്കാൻ വേറെ ഒന്ന് എന്ന് പറയേണ്ട നാമം ജപിക്കാൻ പോലും ഇന്ന് യന്ത്രങ്ങൾ വന്നു അല്ലേ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതവിടുന്ന് ഹരേ രാമ മന്ത്രമാണെങ്കിൽ ഹരേ രാമ മന്ത്രം എത്ര മണിക്കൂർ വേണമെങ്കിലും അതങ്ങനെ ജപിച്ചോളും. അപ്പോൾ ഇങ്ങനെ എല്ലാം യന്ത്രങ്ങൾ കീഴടക്കി. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് സമയമില്ല. ഈ കലിയുഗത്തിൽ ആർക്കും സമയമില്ല. ആ സമയമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇവിടെ അല്ലേ? അപ്പോൾ സമയം തീരെ ഇല്ലാത്തത് കൊണ്ട്, സമയ ലാഭത്തിന് വേണ്ടിയിട്ട് എല്ലാ യന്ത്രങ്ങൾ കീഴടക്കിയത് കൊണ്ട് ജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോൾ ജീവിതം നേരെ ആയോ? ഇല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നേരെ ആയോ? ഇല്ല. അതുകൊണ്ട് എല്ലാ യന്ത്രങ്ങൾ കീഴടക്കിയത് കൊണ്ട് എന്തായി? നമുക്ക് ചെറുപ്പത്തിൽ എന്ത് വന്നു? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു. അപ്പോൾ നമുക്കൊക്കെ അറിയേണ്ട ഒന്നാണ് എന്ത്? ജീവിതം നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യം 5000-ലധികം വർഷം മുമ്പ് ശൗനകാദി യോഗീശ്വരന്മാർ സൂതൻ എന്ന മഹാത്മാവിനോട് ചോദിച്ചു എന്നുണ്ടെങ്കിൽ
ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ കലിയുഗത്തിലും നമുക്ക് അറിയേണ്ടതായ ഒന്നാണ് ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിലും ഈ കലിയുഗത്തിലും ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രസക്തി അതാണ്. എന്താ ഈ ഭാഗവതത്തിന് ഇത്രയധികം പ്രാധാന്യം? പുരാ അഭിനവം, പഴയതാണെങ്കിലും ഇത് പുതുതായിട്ട് തോന്നുകയാണ്. സ്വാദു സ്വാദു പതേ പതേ ഓരോ ശ്ലോകം വായിക്കുമ്പോഴും നമുക്ക് എത്ര പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ രുചി വർദ്ധിച്ച് വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? അതിമർത്യാനി ഭഗവാൻ ഗൂഢക്കപടമാനുഷ. ഈയൊരു കൃതവാൻ കിലവീര്യാണി സഹ രാമേണ കേശവ. ഈ രാമൻ്റെയും കൃഷ്ണൻ്റെയും ലീലകൾ ഈ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു എന്നുള്ളതായ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിന് ഇത്രയധികം പ്രസക്തി വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ട് കാരണം. പ്രത്യേകിച്ച് ബാലചരിതാനി അല്ലെ, അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ അനേകം വർണ്ണനകൾ. ഏതായാലും ആദ്യത്തെ 2 സ്കന്ധം കഴിഞ്ഞ് തൃതീയ സ്കന്ധം വിതുരമൈത്രേയ സംവാദം, അതാണ് നമുക്ക് വർണ്ണിക്കാനുള്ളത്. തൃതീയ സ്കന്ധം മുതൽക്ക് തൃതീയ സ്കന്ധം 1-ാമത്തെ അധ്യായം മുതൽക്ക് 4-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്തെ വിതുരമൈത്രേയ സംവാദം എന്ന് പറയും. സർഗം എന്ന ലക്ഷണത്തോടു കൂടിയതായ തൃതീയ സ്കന്ധം. ആദ്യത്തെ 2 സ്കന്ധങ്ങൾ കഴിഞ്ഞ് പിന്നീടുള്ള 10 സ്കന്ധങ്ങൾ, മൊത്തം 12 സ്കന്ധങ്ങളാണ്. അതിൽ പിന്നീടുള്ള 10 സ്കന്ധങ്ങൾക്ക് ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണം. 10 ലക്ഷണത്തോടു കൂടിയതായ മഹാപുരാണ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതിൽ 1-ാമത്തെ തൃതീയ സ്കന്ധത്തിൻ്റെ ലക്ഷണം സർഗം. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി വർണ്ണന. ഇതിൽ യഥാതു രാജാ സ്വസുതാന സാധൂൻ ഉഷ്ണന്നധർമ്മേണ വിനഷ്ടദൃഷ്ടി ഭ്രാതുർയവിഷ്ഠസ്യ സുതാൻ വിബന്ധൂൻ പ്രവേശ്യ ലാക്ഷാഭവനേ ദദാഹ. കൗരവന്മാർ, പാണ്ഡവന്മാർ, അതിൽ ഈ പാണ്ഡവന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൗരവന്മാർ പല തരത്തിലുള്ളതായ ചൂത് കളിച്ച് അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തു. ഒടുവിൽ അരക്കില്ലത്തിൽ ചുട്ടുകഴുത അവരെ ഇല്ലാതാക്കുന്നതായ ആ ഒരു കാഴ്ച. അങ്ങനെ പാണ്ഡവന്മാർക്ക് രാജ്യത്തെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദൂതിന് പോയിട്ട് ചോദിച്ചു കൗരവന്മാരോട്, ഒരു ഗ്രാമം, ഇനി രാജ്യത്തിൻ്റെ പകുതി ഇവർക്ക് അവകാശപ്പെടണം, അത് കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു രാജ്യമെങ്കിലും കൊടുത്തുകൂടെ കൗരവന്മാരെ? ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമം, ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം കൊടുത്തൂടെ? സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്നുള്ള ദുര്യോധനൻ്റെ വാക്ക് കേട്ടപ്പോൾ അങ്ങനെയുള്ള പാണ്ഡവന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതായ കൗരവന്മാർ ആ സമയത്തൊക്കെ കൈവർത്തക കേശവ, ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് പാർത്ഥസാരഥിയായിട്ട് ഊണിലും ഉറക്കലും സദാസമയവും ഈ പാണ്ഡവന്മാരുടെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ടായതുകൊണ്ട് അവർക്കതൊന്നും ഒരു ദുഃഖമായിട്ട് തീർന്നില്ല. ഏതായാലും അങ്ങനെയുള്ള കൗരവ മഹാസഭയിൽ വെച്ചിട്ട് വിതുരമഹാശയൻ, ആരാ ഈ വിതുരൻ? വിതുരമഹാശയൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരാ വിതുരൻ? അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ്, പാണ്ഡു മഹാരാജാവ്, അവരുടെയൊക്കെ അനുജനായിട്ട് വിതുരമഹാശയൻ. അങ്ങനെയുള്ള വിതുരമഹാശയൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ളതായ ധൃതരാഷ്ട്ര മഹാരാജാവോട് പറഞ്ഞു, ഏട്ടാ, അങ്ങയ്ക്ക് പുറമേയുള്ള കണ്ണ് മാത്രമല്ല ഇപ്പോൾ അകക്കണ്ണ് കൂടി കാണാതായിട്ടാണ് ഉള്ളത്. കാരണം തൻ്റെ മകനായിട്ടുള്ളതായ ദുര്യോധനൻ പറയുന്നത് പോലെ ഇങ്ങനെ കേട്ടിട്ട് മോശമായ പ്രവർത്തികളിലൂടെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒടുവിൽ എന്തു ചെയ്യും? ഏട്ടൻ്റെ ഈ രാജ്യം എന്ന് മാത്രമല്ല, ഈ എല്ലാം സകലതും നശിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇനി സ്വന്തം പുത്രനാണെങ്കിലും നല്ല ഉപദേശങ്ങളല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കുകയാണ്, അവനെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നുള്ള ആ ഒരു വലിയ കാര്യം തൻ്റെ അനുജനിൽ കൂടിയിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഇത് കേട്ടുകൊണ്ട് വന്നു ആര്? ദുര്യോധന മഹാരാജാവ്. ഏതായാലും നല്ല കാര്യമാണ്,
എന്ത്, എൻ്റെ അച്ഛനോട് എന്നെപ്പറ്റി തന്നെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ചിലവിൽ ഈ കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് അത് ശരിയല്ല എന്നുള്ള ആ ഒരു ഭാവത്തിൽ എന്ത് ചെയ്തു? വേഗം ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്യുക, ഇയാളെ പുറത്തേക്ക് കളയുക, ഇയാളെ ഉപേക്ഷിക്കുക. അത് കേട്ടു ആര്? വിതുരമഹാശയൻ. വിതുരമഹാശയൻ എന്താ ചെയ്തത്? അല്ലേ, തന്നെ ഒരാൾക്ക് ആവശ്യമില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവരെടുത്ത് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ആരാ പറഞ്ഞത് എനിക്കും അധികാരമില്ലേ എന്ന് പറഞ്ഞിട്ട് അയാളെ അല്ലേ ചീത്ത വിളിക്കാനല്ല തോന്നിയത്. അല്ലേ, നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടതായൊരു പാഠമാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കടിച്ചു പിടിച്ച് തൂങ്ങി അവിടെ ഇങ്ങനെ നിന്നിട്ട് വെറുതെ മനസ്സ് ദുഃഖം ഉണ്ടാക്കരുത്. വിതുരമഹാശയൻ അതാ ചെയ്തത്. എന്ത്? വേഗം അവിടുന്ന് സ്വയം ധനുർദ്വാരി നിധായമായാം ഗതവ്യഥോയാതുരുമാനയാനഹ. വേഗം ഇനിയിപ്പോൾ നിൻ്റെ ഭടന്മാരെന്നെ ഉപേക്ഷിക്കുന്നതിൽ ഭേദം ഞാൻ തന്നെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൽ അമ്പും വില്ലൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചു, പുറത്തേക്ക് പോയി. ഭാഗവതം പറയുന്നു, സ നിർഗത കൗരവ പുണ്യലബ്ധ. കൗരവന്മാരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പുണ്യമുണ്ടെങ്കിൽ അത് ഈ വിതുരമഹാശയനാണ്. അയാളും കൂടി പുറത്തേക്ക് പോയി. പിന്നെ അവിടെ പുണ്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഏതായാലും വിതുരമഹാശയൻ അവിടുന്ന് അലക്ഷിത സ്വൈരവധൂതവേഷോ വൃതാനി ചേരെ ഹരിതോഷണാനി. ഒരു അവധൂത വേഷഭാവത്തിൽ അവിടുന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു ലക്ഷ്യവുമില്ലാതെ കണ്ട് അങ്ങനെ സഞ്ചരിക്കാൻ, തീർത്ഥയാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അനേകം പുണ്യസ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് അനേകം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് അനേകം തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീർത്ഥയാത്ര നടത്തി. ആര്? വിതുരമഹാശയൻ. നമ്മളൊക്കെ തീർത്ഥാടനം ചെയ്യുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് നമ്മുടെ തീർത്ഥാടനം? പോകുമ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തിട്ടാണ് വരിക. കാരണം ഇല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നുണ്ട് പ്രയാഗരാജയിൽ, അല്ലേ? പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ലേ ഇപ്പോൾ? അതാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണ്ടേ? അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ചില ആൾക്കാർ പോകാതിരിക്കുന്നുണ്ട്. കാരണം എന്താ? തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതുപോലെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സ് മുഴുവൻ ഈ ട്രെയിനിലും അല്ലെങ്കിൽ ബസ്സിലും സമയത്തിലും ഒക്കെ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടതുപോലെ ഭഗവാനിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി ഏകാദശ സ്കന്ധത്തിൽ കാണാം നമുക്ക് ഏകയേവ ചരേത്, അല്ലെ? ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബഹളങ്ങൾ, ലൗകികമായ വർത്തമാനങ്ങൾ, നാട്ടുവർത്തമാനങ്ങൾ, അല്ലേ? ലൗകികമായ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ജീവിതത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ വേണ്ടതുപോലെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന് ഈ വിതുരമഹാശയൻ നമുക്ക് കാണിച്ചു തരുന്നു തീർത്ഥാടനത്തിൽ കൂടിയിട്ട്. അങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ അനേകം അങ്ങനെ സഞ്ചരിച്ചു. ഒടുവിൽ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു, കാളിന്തി നദീ തീരത്ത്. എന്താ വൃന്ദാവനത്തിലുള്ളതാ പ്രത്യേകത? വൃന്ദാവനം എന്ന് പറഞ്ഞാൽ, അല്ലേ, മധുരയ്ക്കടുത്തുള്ളതായ വൃന്ദാവനം എന്ന പുണ്യഭൂമി, ഭഗവാൻ അനേകം ലീലകൾ, ബാലലീലകൾ ആടിയിട്ടുള്ളതായ ആ ഒരു പുണ്യഭൂമിയാണ് വൃന്ദാവനം. അങ്ങനെയുള്ള വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അന്യാനി ചേഹദ്വിജദേവദേവൈഹി കൃതാനി നാനായതനാനി വിഷ്ണോഃ പ്രത്യംഗമുഖ്യാങ്കിത മന്ദിരാണി യദ്ദർശനാൽ കൃഷ്ണമനുസ്മരന്തി. യദ്ദർശനാൽ കൃഷ്ണമനുസ്മരന്തി. വൃന്ദാവനം എന്ന പുണ്യഭൂമിയിൽ കൂടി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ കാണാം, ഇതാണ് കൃഷ്ണൻ കാളിയമർദ്ദനം ചെയ്തതായ കടമ്പ് വൃക്ഷം, ഇത് വസ്ത്രാപഹാരം ചെയ്ത സ്ഥലം, ഇത് രാസലീല നടത്തിയതായ സ്ഥലം, ഇത് ഭഗവാൻ മണ്ണുവാരി കളിച്ച സ്ഥലം. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങളിൽ കൂടി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ യദ്ദർശനാൽ കൃഷ്ണമനുസ്മരന്തി. ആ ഒരു സ്ഥലം, പുണ്യഭൂമി കാണുമ്പോൾ, ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ, അത് കാണുമ്പോൾ തന്നെ കൃഷ്ണമനുസ്മരന്തി. ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് അനുസ്മരിക്കാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട്, അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് വൃന്ദാവനം എന്ന പുണ്യഭൂമിയുടെ പ്രത്യേകത. അല്ലെ, ഇന്നും ഈ കലിയുഗത്തിലും നമുക്ക് പോയിട്ട് ആ ഒരു പുണ്യഭൂമി കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു പുണ്യഭൂമിയാണ് വൃന്ദാവനം. അങ്ങനെയുള്ള വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുന്ന്
ആ ഭഗവാന്റെ ഓരോ അനുഭവവും ഹൃദയത്തിൽ അങ്ങനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് പരമഭക്തന്മാരാണ്, ഒന്ന് വിതുരമഹാശയൻ, പിന്നെ ഒന്ന് ഉദ്ധവ മഹാശയൻ. ആ ഉദ്ധവ മഹാശയൻ ഭഗവാന്റെ സ്വധാമഗമന സമയത്തിന് മുമ്പ്, ഭഗവാൻ പോകുമെന്നുള്ളതായ ആ ഒരു സന്ദർഭത്തിന് മുമ്പ് പരമഭക്തനായ ഉദ്ധവനെ ബദരികാശ്രമത്തിലേക്ക് യാത്രയാക്കിയതായ സന്ദർഭം, ഭഗവാന്റെ മെതിയടികൾ തലയിൽ വെച്ചിട്ട് നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമം യഥാ ത്വച്ചരണം ഭോജൈ രതിസ്യാദനപായിനി എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആ ഒരു അനപായിനിയായ ആ ഒരു ഭക്തി അടിയനെ തരണമെന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് തതസ്ഥം അന്തർഹൃദി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ, ആ ഭഗവാനെ തൻ്റെ ഹൃദയത്തിലേക്ക് ആവേശിച്ച് ഭഗവാന്റെ മെതിയടികൾ തലയിൽ വെച്ചിട്ട് അങ്ങനെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് അങ്ങനെ ബദരികാശ്രമത്തിലേക്ക് പോകുന്നതായ ഉദ്ധവനെ കണ്ടു. ദൂരത്ത് നിന്ന് കാളിന്തി നദീതീരത്തുള്ളതായ ആ ഒരു വിതുരമഹാശയൻ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഇതാ സന്തോഷമായി. വേഗം രണ്ടുപേരും ആലിംഗ്യ ഗാഠം പ്രടയേന ഭദ്രം സ്വാനാമവർച്ചൽ ഭഗവത് പ്രജൻ, വേഗം പോയി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു രണ്ട് ഭഗവാന്റെ പരമഭക്തന്മാർ. കുറച്ച് സമയത്തേക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ട് കണ്ഠമിടറിക്കൊണ്ട് ചോദിച്ചു വിതുരമഹാശയൻ, ആ ബലരാമസ്വാമിക്ക് സുഖം തന്നെയല്ലേ? യാദവന്മാർക്ക് സുഖമല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന് സുഖമല്ലേ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ആ ഉദ്ധവ മഹാശയൻ പറഞ്ഞു, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യാദവന്മാർ മുഴുവൻ തമ്മിൽ തല്ലി നാശം സംഭവിച്ചു. ബലരാമസ്വാമി തിരിച്ചെഴുന്നള്ളി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമഗമനം ചെയ്തു. അങ്ങനെയുള്ളതായ ആ ഒരു സന്ദർഭത്തിൽ അനേകമനേകം ഉപദേശങ്ങൾ എനിക്ക് തന്നിട്ട് ഞാൻ ബദരികാശ്രമത്തിലേക്ക് ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതായ ഒരു സന്ദർഭമാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ദുഃഖിതനായിട്ട് തീർന്നു വിതുരമഹാശയൻ. കാരണം ഭഗവാന്റെ തിരോധാന സമയത്ത്, തിരിച്ചെഴുന്നള്ളുന്നതായ സമയത്ത് ആ ഭഗവാനെ ഒന്ന് കാണാനോ ഭഗവാന്റെ തിരുവടി ഒന്ന് നമസ്കരിക്കാനോ സാധിച്ചില്ലല്ലോ, ഭഗവാന്റെ മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലല്ലോ എന്ന് ആ ഒരു ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോൾ ഉദ്ധവ മഹാശയൻ പറഞ്ഞു, അങ്ങനെ വിഷമിക്കണ്ട, എനിക്ക് അനേകം ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള വിതുരമഹാശയ ഭഗവാന്റെ ആ ഒരു തിരോധാന സമയത്ത് ഭഗവാൻ ഒരു ഭക്തനെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് വിതുരമഹാശയ അങ്ങാണ്. ഇതിൽ പരം ഭാഗ്യം എന്താ ഉള്ളത്? അല്ലെ, നമ്മളൊക്കെ ഇപ്പോൾ ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്, ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതിന് തെളിവുകൾ ചില ആൾക്കാർക്ക് ഉണ്ടാവാം, പക്ഷേ എല്ലാവർക്കും അങ്ങനെയുള്ള തെളിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുന്നു, ഭഗവാൻ നമ്മളെ ഓർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഏതായാലും അങ്ങനെയുള്ള കാളിന്തി നദീതീരത്ത് വെച്ചിട്ട് ആ രണ്ട് പരമഭക്തന്മാരും വെച്ചിട്ട് ഭഗവാന്റെ തിരോധാന വാർത്ത അറിഞ്ഞിട്ട് ഭഗവാന്റെ ആ ഓരോ ലീലകളെയും പറ്റിയിട്ട് അവരവിടുന്ന് കാളിന്തി നദീതീരത്ത് വെച്ചിട്ട് അനുസ്മരിക്കുന്നതായ ഒരു സന്ദർഭമാണ് 1-2 അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചത്. എന്തൊക്കെ ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് കംസന്റെ കാരാഗ്രഹത്തിൽ അവതരിച്ചു. ആവിരാസിയിൽ യഥാപ്രാച്യം ദിശീന്ദുരവ പുഷ്കള തം അദ്ഭുതം ബാലകം അംബുജക്ഷണം, അദ്ഭുത ബാലകനായിട്ട് ജനിച്ചിട്ട് അനേകം ആടിയതായ ലീലകൾ മുഴുവൻ അദ്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. ആർക്കും അനുകരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം? കലോ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം, കലിയുഗത്തിൽ ജനിച്ചതായ നമ്മളെ പോലുള്ളതായ സകല ആൾക്കാരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹായ ഭക്തദാനാം സുപുണ്യം വേദനോദ്യസഹ, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ഒക്കെയാണ്. നൃലോകം രമയാമാസ മൂർത്തിയാ സർവാംഗരമ്യ, അല്ലേ? അങ്ങനെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി എന്നാണ് മഹാത്മ്യത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ തന്നെ
ദുഃഖം ഗമിഷ്യതി. അത്രയ്ക്കധികം പ്രാധാന്യമുണ്ട് ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം. ഏതായാലും അങ്ങനെ ആ ഒരു ദേവകി വസുദേവന്മാരുടെ പുത്രനായിട്ട് ജനിച്ച് അവിടുന്ന് വസുദേവർ തൻ്റെ പിതാവ് നന്ദഗോകുലത്തിൽ കൊണ്ടുപോയിട്ട് ആ നന്ദഗോപരുടെ പുത്രനായിട്ട് അവിടെ വളർന്ന് അനേകം ലീലകളാടി കംസൻ്റെ അടുത്ത് നിന്ന് ഭഗവാന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്നതായ അനേകം ആൾക്കാരെ ഒക്കെ ഏത് ഭാവത്തിൽ ഏത് പ്രകാരത്തിൽ എന്നുള്ള അവർക്കൊക്കെ മോക്ഷത്തെ പ്രദാനം ചെയ്തതായ ഭഗവാന്റെ കാരുണ്യം, പൂതനാമോക്ഷം അല്ലേ. എത്ര ആൾക്കാർ പൂതനയെ വിഷം കൊടുത്ത് ഭഗവാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്നതായ പൂതനയ്ക്ക് പോലും ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്തു എന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക. ശകടാസുരനെ ഇല്ലാതാക്കി. കിംപുന ശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ അല്ലെ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് ഭഗവാനെ നമ്മൾ ആശ്രയിച്ചു എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തൊരു ഗതിയാണ് ഉണ്ടാവുക. ഗോപികമാർ അതാണ് അവിടുന്ന് അവർ തുടങ്ങി വെണ്ണയും പാലും ഒക്കെ കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ആര്? ആ ഗോപികമാർ. അതേപോലെ പിന്നെ ശകടാസുരൻ, അതുപോലെ തൃണാവർത്തൻ. എന്താ ഈ ശകടാസുരൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ശകടം അല്ലേ, വണ്ടി എന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ ഈ ശരീരത്തെ ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണ് വേണ്ടത് അല്ലേ. നമ്മുടെ ശരീരത്തെ ഭഗവാനിൽ മോക്ഷോപായത്തിന് വേണ്ടിയിട്ട് അല്ലേ, ഭോഗോപായത്തിന് വേണ്ടിയിട്ട് ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ഈ ശരീരം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശരീരം ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രയത്നിക്കാത്ത ആൾക്കാരാണ് ആര്? ഈ ശകടാസുരന്മാർ. പിന്നെ തൃണാവർത്തൻ എന്ന് പറഞ്ഞാൽ അല്ലേ, തൃണവൽഗണിക്കുക, നമ്മുടെ ദുഃഖങ്ങളെ അല്ലേ, ജീവിതത്തിലുണ്ടായതായ മോശമായ അനുഭവങ്ങളെ തൃണവൽഗണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നിസ്സാരമാക്കിയിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റിനെ പോലെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിട്ട് തീർന്നിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ മോശമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ദുഃഖ സംയോഗ വിയോഗ സംയോഗം. നമുക്ക് ദുഃഖമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദുഃഖ സംയോഗം. എന്തെങ്കിലും ഒന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ, മോശമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ദുഃഖം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഏതൊന്നുമായിട്ട് നമ്മുടെ മനസ്സ് കൂടിച്ചേരുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. അതിനെ വിയോഗം ചെയ്യുക, ഉപേക്ഷിക്കുക. എന്നിട്ടോ സംയോഗം ചെയ്യുക. ഏതുമായിട്ട്? ഭഗവാനുമായിട്ട് സംയോഗം ചെയ്യുക. എന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവില്ല. അങ്ങനെയുള്ള നമ്മുടെ മനസ്സ് ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഏതെങ്കിലും ഭാവത്തിലുള്ളതായ ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ബാലലീലകൾ ഇതൊക്കെ വർണ്ണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും കുറേ കേൾക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു ഭാവത്തിലുള്ളതായ ഭഗവാനെ ഹൃദയത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അനേകം കഥകൾ വർണ്ണിക്കുന്നത്. അതവിടെ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുക എന്ന് പറയാനല്ലേ, ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ്? അത് ഈ ഒരു ലെൻസിലേക്ക് പകർത്തുകയാണ് നമ്മുടെ രൂപത്തെ. അതേപോലെ നമ്മുടെ ഹൃദയമാകുന്ന ലെൻസിലേക്ക് ഭഗവാന്റെ ആ ഒരു രൂപത്തെ ഒപ്പിയെടുക്കുക സാധിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവിടെ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനേകം കഥകൾ കേൾക്കുമ്പോൾ സാധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലേ. ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഒന്ന് പുഞ്ചിരി, മറ്റൊന്ന് മൗനം അല്ലേ. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ നേരിടാൻ എന്ത് വേണം? ഒന്ന് പുഞ്ചിരിക്കുക. അല്ലാതെ അതിനൊക്കെ പ്രതികരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല
അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മൗനം, മിണ്ടാണ്ടിരിക്കുക. അതാ നല്ലത്. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയിട്ട് ഇടപെടാൻ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അനേകം ഭഗവാന്റെ ലീലകൾ. ഏതായാലും ഭഗവാനെ പല ഭാവത്തിൽ പല പ്രകാരത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്നതായ അനേകം കംസൻ്റെ ഭൃത്യന്മാർ എത്ര ആൾക്കാരാണ്? അവരൊക്കെ വന്നു. ഏത് ഭാവത്തിലെന്നല്ല, ഏത് പ്രകാരത്തിലായാലും തസ്മാൽ കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയേൽ. അതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ഏത് പ്രകാരത്തിൽ ഏത് ഭാവത്തിൽ എന്നില്ല, എത്ര ആൾക്കാരെ ഭഗവാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്നതായ സകല ആൾക്കാർക്കും ഭഗവാൻ എന്താ ചെയ്തത്? മോക്ഷത്തെ പ്രദാനം ചെയ്തു എന്നുണ്ടെങ്കിൽ മുക്തിം ദദാതി കരിഹിജിൽ സ്മരണ ഭക്തിയോഗം. മുക്തി തന്നെ ഏത് പ്രകാരത്തിൽ ഏത് ഭാവത്തിൽ വന്ന ആൾക്കാർക്കും ഭഗവാൻ മുക്തി കൊടുത്ത് അനുഗ്രഹിക്കും. പക്ഷേ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം കൊടുക്കുന്നതല്ല. അനവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒടുവിൽ കറകളഞ്ഞ ഭക്തനാക്കി തീർക്കും. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഏതായാലും ഇങ്ങനെ അനേകം ഭക്തന്മാർ വന്നു. അവർക്കൊക്കെ ഇതാ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ ബ്രഹ്മദേവൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അങ്ങനെയുള്ള ബ്രഹ്മദേവൻ പോലും വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് മാപ്പ് അപേക്ഷിച്ചു. ആ ബ്രഹ്മദേവൻ പോലും അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. എന്തൊരു ഭാഗ്യമാണ്! എന്താ ഇത്രയ്ക്കധികം ഭാഗ്യം? യന്മിത്രം പരമാനന്ദം. ഗോപികമാർക്ക് അവർക്കൊക്കെ മിത്രം, സുഹൃത്ത് എന്നുള്ള ഭാവത്തിൽ ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നന്ദഗോപര് അതുപോലെ യശോദാദേവി ഇവർക്കൊക്കെ സ്വന്തം പുത്രൻ എന്നുള്ളതായ ഭാവത്തിൽ ഏതായത് സാധനം? പൂർണ്ണബ്രഹ്മമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ളതായ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഒരു ഭഗവാനെ ഈ ഒരു മിത്രമാണ്, സുഹൃത്താണ്, പുത്രനാണ് എന്നുള്ള ഭാവത്തിൽ പരമാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതായ അവരുടെ ഭാഗ്യം. അഹോ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഈ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പോലും വന്നിട്ട് ആ വൃന്ദാവനത്തിൽ വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഇയാൾ പ്രസാദിക്കാതെ കണ്ടിരിക്കുമ്പോൾ ബ്രഹ്മദേവന്റെ ഭാവം എന്താണ്? ശനൈരഥോദ്ധായ വിമൃജ്യലോചനേ മുകുന്ദമുദ്വീക്ഷ്യ വിനമ്രകന്ധര കൃതാഞ്ജലി പ്രശ്രയവാൻ സമാഹിത സവേപധുർഗദ്ഗദയൈളതേളയ. ആ ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ മുകുന്ദമുദ്വീക്ഷ്യ വിനമ്രകന്ധര, വിനയഭാവത്തോട് കൂടിയിട്ട് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വീണ് മാപ്പപേക്ഷിച്ചതായ സന്ദർഭം. പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ അഘാസുരൻ എന്ന് പറഞ്ഞിട്ടുള്ളതായ കംസഭൃത്യം വന്നിട്ട് ഭഗവാനെയും എല്ലാവരെയും വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഭാവിച്ച് ഒടുവിൽ ഭഗവാനെയും കിട്ടിയപ്പോൾ അയാൾ വായടച്ചിട്ട് അങ്ങനെയുള്ള ഭഗവാനെ ഇല്ലാതാക്കാൻ വേണ്ടിയെന്നതായ അഘാസുരന് പോലും ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്തു എന്നുണ്ടെങ്കിൽ എന്താ കാരണം? സകൽ യതംഗപ്രതിമാന്തരാഹിത മനോമയി ഭാഗവതീം തഥോഗതിയും. കുറച്ചു സമയം ഭഗവാനെ തൻ്റെ ഉള്ളിൽ വസിപ്പിച്ചു എന്നുള്ളതായ കാരണം കൊണ്ട് അവന് പോലും മോക്ഷത്തെ പ്രദാനം ചെയ്തു എന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക. നമ്മൾ കുറച്ച് നമുക്ക് ഈ ഭഗവാനെ ഹൃദയത്തിൽ അവിടെ കുടിയിരുത്താൻ ഏതെങ്കിലും പ്രകാരത്തിൽ ഏതെങ്കിലും ഭാവത്തിലുള്ളതായ ഭഗവാനെ നമുക്ക് ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അനേകം ആൾക്കാർ വൈരേണയം നൃപതയ ശിശുപാല പൗണ്ഡ്രശാൽവാദയോ ഗതിവിലാസ വിലോകനാദ്യൈഹി ധ്യായന്ത ആകൃതധിയ ശയനാസനാദോ തത്സാമ്യം ആപുരനുരക്തധിയാം പുനയ്ക്കും. എത്ര ആൾക്കാർ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, രാവണൻ, കുംഭകർണൻ എന്ന് വേണ്ട അനേകം കംസഭൃത്യന്മാർ പോലും ഭഗവാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒടുവിൽ അവരൊക്കെ എന്താ ചെയ്തത്? ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാനെ നമുക്ക് ഹൃദയത്തിൽ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ അതിനാദ്യം എന്ത് വേണം? അഹം മമ, ഞാനെന്നും എൻ്റേത് എന്നുള്ളതായ ആ ഒരു ഭാവത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. യശോദാദേവി കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ അല്ലേ, ഗോകുലത്തിലുള്ളതായ സകല കയറുകൾ കൊണ്ടുവന്നിട്ടും കെട്ടിയിടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഒടുവിൽ കൃപയാസിൽ സ്വബന്ധനെ, ഒടുവിൽ ആ കൃഷ്ണൻ്റെ തന്നെ കൃപ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക.
നമ്മുടെ ഈ അഹം മമ ദ്വങ്കുലോനമഭൂത്തേന, ഞാനെന്നും എൻ്റേത് എന്നുള്ളതായ ഭാവത്തെ നമുക്ക് എപ്പോഴാണോ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, ആ സമയത്ത് മാത്രമേ നമ്മുടെയും ഹൃദയത്തിൽ ഈ ഒരു ഭഗവാനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട്, തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് മനഃശുദ്ധി, നമ്മുടെ ഈ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇങ്ങനെ അനേകം ഭഗവാന്റെ കഥകൾ. ദേവേന്ദ്രനെ ഭഗവാനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് മഴ പെയ്യിപ്പിച്ചതായ ദേവേന്ദ്രനെ പോലും ഭഗവാൻ ഗോകുലവാസികളെ മുഴുവൻ തൻ്റെ ആ ഒരു ഗോവർദ്ധന പർവ്വതത്തെ കൊടയാക്കിയിട്ട് 7 ദിവസം അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഗോകുലവാസികളെ മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചതായ ആ ഒരു ഭഗവാന്റെ ഭാവം, അത്യദ്ഭുതമായ ഭഗവാന്റെ ലീലകൾ. ഏവം വിധാനി കർമാണി, അല്ലേ, ഭഗവാന്റെ എല്ലാ ലീലകളും അത്യദ്ഭുതമാണ്. അത്ഭുതം മാത്രമല്ല, അത്യദ്ഭുതമാണ്. ലോകത്ത് ആർക്കും അത് അനുകരിക്കാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതായ ലീലകളാണ്. ഇങ്ങനെ അനേകം ലീലകൾ ആടിയിട്ടുള്ളതായ ആ ഒരു ഭഗവാന്റെ ആ ഒരു ഓരോ ലീലകളും ആ വിതുരമഹാശയനം, മൈത്രേയ വിതുരമഹാശയനം, അതുപോലെ വിതുരമഹാശയനം, ഉദ്ധവ മഹാശയനം, 2 പരമഭക്തന്മാർ ആ കാളിന്തി നദീതീരത്ത് ഇരുന്നു കൊണ്ട് ഓരോ ലീലകളും അവിടുന്ന് അങ്ങനെ ഹൃദയത്തിൽ അങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങനെ സമയം ചെലവഴിച്ചു. ഒടുവിൽ 2 പേരും അവിടുന്ന് യാത്രയായി. ആ വിതുരമഹാശയൻ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളി. പരമഭാഗവതനായിട്ടുള്ളതായ ആ ഒരു ഉദ്ധവ മഹാശയൻ അവിടുന്ന് ഭാരതത്തിൻ്റെ ഉത്തുംഗ സ്ഥാനമായിട്ടുള്ളതായ ബദരികാശ്രമത്തിൽ നരനാരായണ ഋഷീശ്വരന്മാരെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിലേക്ക് എഴുന്നള്ളിയതായ ആ ഒരു സന്ദർഭം. രണ്ട് പരമഭക്തന്മാർ കാളിന്തി നദീതീരത്ത് വെച്ചിട്ട് കണ്ടുമുട്ടി. കുറച്ചു സമയം സത്സംഗം എന്നുള്ള രൂപത്തിൽ കണ്ടുമുട്ടിയപ്പോൾ അവരെന്താ ചെയ്തത്? ഭഗവാന്റെ കഥകൾ അനുസ്മരിച്ചുകൊണ്ട് അവരെ സമയം ചെലവഴിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ജീവിതത്തിൽ? അല്ലെ, ഒഴിവ് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സത്സംഗത്തിന് വരുമ്പോൾ, തീർത്ഥയാത്ര ചെയ്യുമ്പോൾ, ഭഗവത് സന്നിധിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഭഗവത് സ്മരണയാണ് വേണ്ടത് ജീവിതത്തിൽ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വിതുരമൈത്രേയ സംവാദം. രണ്ട് പരമഭക്തന്മാർ, നമ്മളാണെങ്കിലോ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൗകികമായ കാര്യങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അല്ലേ, കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അല്ലേ, ഇതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പറയും മറ്റുള്ളവരോട്. എന്തിനു വേണ്ടിയിട്ട്? അല്ലേ, നല്ലതൊന്നും പറയില്ല, മോശം മാത്രമേ പറയുള്ളൂ, ദുഃഖങ്ങൾ മാത്രമേ പറയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് സുഖം കിട്ടാനാണ്. നമ്മുടെ ഈ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നമുക്ക് സുഖം കിട്ടുമോ? കിട്ടുമെന്നാണ് നമ്മൾക്ക് ധാരണ. കിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ ഒഴിവ് സമയങ്ങളിൽ, പുണ്യതീർത്ഥങ്ങളിൽ, പുണ്യക്ഷേത്രങ്ങളിൽ, സത്സംഗത്തിന് ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ഭഗവത് സ്മരണയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമേ, സത്സംഗം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഈ ലൗകികമായ വിഷയങ്ങൾ ഒക്കെ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്കതിൽ അല്ലേ അത് മതിയെന്ന് തോന്നില്ല. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. എന്താ വേണ്ടത്? ഭഗവത് സ്മരണയാണ്. ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യ ശരീരത്തെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഈ ഒരു വിതുരമൈത്രേയ സംവാദം എന്നുള്ള ആ ഒരു ഭാഗത്തെ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം.